അപ്പോൾ കൂട്ടുകാരെ ദേ ഞങ്ങൾ അച്ചാറിനുള്ളത് നാരങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ദേ നാരങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുത്തി മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അടുത്ത ഇഞ്ചി അരിഞ്ഞ് വെള്ളത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഞ്ചി കഴുകി അത് അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കിയിട്ട് അച്ചാറിടാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങളിതേ ഓരോ പണിയും ഓരോ സ്ഥലത്തുനിന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ആകുമ്പോൾ പാടുള്ള പണികൾ പെട്ടെന്ന് ചെയ്യാം. ആ നാരങ്ങ അരിയട്ടെ. മാങ്ങ കടുമാങ്ങ അച്ചാർ അടുപ്പിലായേ. അപ്പം ഇതിന് ശരിയായിട്ടുണ്ട്. ഇതിന് മാറ്റി വെച്ചിട്ട് നമുക്കിനി അടുത്ത് നാരങ്ങ വെക്കണം. ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കൂട്ടുകാരെ. അപ്പോൾ ഇതിന് കടുമാങ്ങ ആയിട്ടുണ്ട്. കടുമാങ്ങയ്ക്കുള്ളത് ശരിയായിട്ടുണ്ട്. കൂട്ടെല്ലാം ശരിയാക്കി ഞാനിത് മാറ്റി വയ്ക്കാൻ പോവുകയാണേ. അടുത്ത് ഞാൻ നാരങ്ങ ഇടാൻ പോവുകയാണേ. ഇത് ഈ നാരങ്ങ. അപ്പോൾ ഇതിൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇട്ടിട്ട് ഞാൻ വരാം. അപ്പം ഈ മഞ്ഞയാണ് ഇട്ടത്. അപ്പോൾ ഈ നാരങ്ങ അച്ചാർ അടുപ്പിൽ കിടക്കുവാണ്. അപ്പം ഞാൻ അടുപ്പ് നിർത്തും. അപ്പോൾ ഈ ചൂടി കിടന്ന് തന്നെ ബാക്കി എല്ലാ പണിയും കഴിക്കും. അപ്പോൾ എല്ലാം കറക്റ്റായിട്ടായിട്ടുണ്ട്. ഉപ്പും പുളി എരിവും മഞ്ഞയ്ക്കാണ് ഇട്ടിട്ടുള്ളത്. പച്ചമുളകും നിറയെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് തണുക്കുമ്പോൾ മാറ്റും. അടുത്ത് ഞാൻ ഇഞ്ചി ഇച്ചിരി വാട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട് വെയിലത്ത് വെച്ച്. അപ്പോൾ അതിൻ്റെ കുറേ നീരൊക്കെ അങ്ങ് വറ്റി. ഒരു 3/4 കിലോ ഇഞ്ചി വാങ്ങിച്ചതാണ്. അപ്പോൾ 2-3 കഷ്ണം മാറ്റിയിട്ട് ബാക്കി ഇഞ്ചി മൊത്തം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ, ജീരകം, കൊച്ചുള്ളി, ഇച്ചിരി പുളി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇഞ്ചി അച്ചാറിനുള്ള തയ്യാറാണ്. ഇഞ്ചി അച്ചാർ റെഡിയായി. കണ്ട ലാസ്റ്റിൽ വെള്ളം വരെ പറ്റി എണ്ണ വരും ലാസ്റ്റ്. അപ്പം ഇതിനി കുപ്പിയിൽ അടച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം എല്ലാം നാരങ്ങ ഇഞ്ചി മാങ്ങ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് കുപ്പിയിലും കൂടെ അടച്ചതിന് ശേഷം കാണിച്ചു തരാം. ഇഞ്ചി മാങ്ങ, ഇത് നാരങ്ങ, മാങ്ങ. അപ്പോൾ എല്ലാം ഇന്നലെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇനി ഇതാ ഓരോന്നായിട്ട് അടയ്ക്കാൻ പോവാണ് ഗൈസ്. ഞാൻ അച്ചാർ കുപ്പിയിലാക്കുമ്പോൾ കുപ്പിക്കകത്ത് ശകലം വിനാഗിരി ഇങ്ങനെ ഒഴിക്കുക. ഇച്ചിരി ഒഴിക്കത്തുള്ളൂ. ഞാൻ എന്ത് അച്ചാറാണ് അപ്പം ഗൈസ് എൻ്റെ അച്ചാറൊക്കെ ഞാൻ ഇട്ട് മാറ്റിയിട്ട് നിറച്ചിട്ടില്ല. ഇതിൽ മാങ്ങ, ഇതിൽ ഇഞ്ചി, ഇതിൽ നാരങ്ങ. അപ്പോഴും നിങ്ങൾ വിചാരിക്കും ഞാൻ എല്ലാ കുപ്പിയിലും വിനാഗിരി ഒഴിച്ച. അപ്പം ഞാൻ ഇതിൽ വിനാഗിരി ഒഴിച്ച് കുപ്പി ഒന്ന് കറക്കി കളഞ്ഞ് കേട്ടോ. കാരണം അതിൻ്റെ മൂട് ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ശാല ഒഴിച്ചത്. ഇതിൽ സെയിം തന്നെ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഓണത്തിനുള്ള അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വായിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.